നമസ്കാരം. പോസിറ്റീവ് തിങ്സിലേക്ക് സ്വാഗതം. ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് പേർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒന്നാണ് എന്റെ വസ്തു വിറ്റ് പോകുന്നില്ല, വസ്തു വിറ്റാലേ കാര്യങ്ങൾ നടക്കും. അപ്പൊ എന്തുകൊണ്ടാണ് വസ്തു വിറ്റ് പോകാത്തതെന്ന് നമ്മളിൽ പലർക്കും അറിയാൻ കഴിയുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിശാസ്ത്രപരമായിട്ട് ഭൂമിയിൽ അദൃശ്യമായിട്ടുള്ള പല വസ്തുക്കളും ഉണ്ടായിരിക്കും. ഭൂമിക്കടിയിലായിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ചെറിയ ചെറിയ ദ്രാവകങ്ങളും ദ്രവ്യങ്ങളും ധാതുക്കളും കൂടോത്രങ്ങളും അടക്കം പലതും ഒരു ഭൂമിയിലുണ്ടാകാം. ചിലപ്പോൾ ഏതെങ്കിലും കാലത്ത് മുൻകാലത്ത് തന്നെ ഏതെങ്കിലും ആരെയെങ്കിലും ശരീരം അവിടെ അടക്കിയിട്ടുണ്ടാവാം. അപ്പൊ ചോദിക്കും, ശരീരം അടക്കാത്ത ഏതെങ്കിലും ഭൂമിയുണ്ടോ, അതല്ലെങ്കിൽ അത് എവിടെയാണ് മറവ് ചെയ്യേണ്ടതെന്ന്. അതല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമി വിറ്റ് പോകാൻ കഴിയാത്തതിന്റെ തടസ്സമായിട്ട് നിൽക്കുന്നത് ആ ഭൂമിയിലുള്ള ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്? തെളിയിക്കപ്പെട്ട സത്യങ്ങളെയാണ് ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അത് പ്രകാരം യൂണിവേഴ്സൽ ഓറ സ്കാനർ ഉപയോഗിച്ച് പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടെത്തുവാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഭൂമിയിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം, അവിടെ IR രശ്മികളോ അതല്ലെങ്കിൽ UV രശ്മികളോ ഇൻഫ്രാറെഡ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അൾട്രാ വയലറ്റ് രശ്മികൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ബോധമുള്ള അസ്ഥികൾ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. കോൺഷ്യസ് ബോൺസ് അവിടെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആ ബോഡികൾക്ക് ബോധമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അത് വിറ്റ് പോകുവാൻ അതൊരു തടസ്സമായി നിൽക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, തെളിയിക്കപ്പെട്ട സത്യങ്ങളെയാണ് ശാസ്ത്രം എന്ന് വിശേഷിക്കുന്നത്. ഈ UV സ്കാനർ വെച്ചിട്ട്, യൂണിവേഴ്സൽ സ്കാനർ വെച്ചതിന് ശേഷം അവിടെ ഭൂമി മൊത്തത്തിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുന്നു. അപ്പോൾ അവിടെയുള്ള ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് റാഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, ആ റാഡുകൾ ഉപയോഗിച്ച് നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്ത് ആ ദോഷങ്ങളെ ഭൂമിക്കടിയിലോട്ട് തന്നെ വിടാനുള്ള സംവിധാനം ഇന്ന് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഭൂമി വിറ്റ് പോകണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളും കൂടി നോക്കിയിട്ടേ നമുക്ക് അത് കാര്യമായ ഒരു പുരോഗതി ഉണ്ടാവും. അപ്പോൾ വിൽക്കാനുള്ളവർ ഭൂമി വല്ലതും വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കുന്നത് ഏതുകൊണ്ടും നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.